വെൽക്കം ടു അവർ ചാനൽ ചാഞ്ചൽസ് ക്രാഫ്റ്റഡ് സ്റ്റോൺ വിത്ത് കെയർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഈ കണ്ട മാലയിലെ ഈ മാലയ്ക്ക് ചേരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് അത്യാവശ്യം വേണ്ടുന്ന 2 സൂചിയാണ്. സൂചി ഞാൻ ത്രെഡ് ഓൾറെഡി ചേർത്തേക്കുവാണ്. അതിന് നല്ലൊരു ഗം തേച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ അതിന് അത്യാവശ്യം നമ്പർ 3 മണീസാണ്. ഇതൊക്കെയാണ് നമ്പർ 3 മണീസ് എന്ന് പറഞ്ഞത്. ഇതാണ് നമ്പർ 3 മണി. പിന്നെ വേണ്ടുന്നത് 3 mm ബ്ലാക്ക് ബീഡ്സ് ആണ്. പിന്നെ വേണ്ട ചക്കിരിയാണ്. ചക്കിരി ഇങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ചക്കിരി. ഇത്രയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഈ മാഗ്നറ്റിക് കൊളുത്താണ്. നമുക്ക് ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുക എളുപ്പം മാഗ്നറ്റിക് കൊളുത്താണ്. അത് മാഗ്നറ്റിക് കൊളുത്ത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഫിഷ് ഹുക്ക് ആക്കാം, അല്ലെങ്കിൽ ഉക്കാൻ ചെയിൻ ആക്കാം, ഏത് വേണമെങ്കിലും ആക്കാം. പക്ഷെ നമ്മളിപ്പം ഇതെടുത്ത് മാഗ്നറ്റിക് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് കൊളുത്തിനകത്തൂടെ ഈ 2 സൂചിയും ഒരുമിച്ച് കയറ്റണം. എന്നിട്ട് അങ്ങേയറ്റം വരെ അത് കൊണ്ടുപോകണം. ഇവിടെയൊക്കെ എത്തുമ്പം അതിന് നമുക്കൊരു നോട്ടിടാം. നല്ല ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. നോട്ടിട്ട് സേഫാക്കി. ഇനി നമുക്ക് ഈ അറ്റമില്ലേ, അതിങ്ങനെ വെറുതെ ഇടണ്ട. നമുക്ക് ആദ്യമേ കട്ട് ചെയ്ത് കളയാം. പിന്നെ വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. തുടങ്ങാനായിട്ട് തൽക്കാലം എൻ്റെ കയ്യിലുള്ള അനുസരിച്ച് 4 mm ബീഡ്സ് ഇട്ടേക്കുവാണ്. 4 mm ഡിസൈൻഡ് ബീഡ്സിൻ്റെ കയ്യിലിരിക്കുന്നു. അതിട്ട് അങ്ങ് അകത്തോട്ട് കൊണ്ടുപോകും, അങ്ങ് അറ്റത്തോട്ട് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2 നൂലും 2 അടുത്തായിട്ട് പിടിച്ചിട്ട് അത് ഓരോത്തിലും ചക്കിരി എടുത്ത് ഇടുന്നു. ഓരോരുത്തരും ഓരോ ചക്കിരി വെച്ചങ്ങ് കയറ്റുവാണേ. അപ്പോൾ ചക്കിരി കയറ്റിയിട്ട് ഇനി അടുത്തുള്ള എന്താണ് ബ്ലാക്ക് ബീഡ്സ് ഇതാണ് 3 mm. ഇത് വെച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ബ്ലാക്ക് ബീഡ്സ് 3 mm ആയി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഓരോ സൈഡിലും ഓരോ ചക്കിരി വെച്ചിട്ട് അങ്ങ് പോവാം. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് വരുന്നത്. നമുക്ക് ക്രോസിനാണ് അടുത്ത മെയിൻ സ്റ്റെപ്പ്. തുടക്കം ഇത്രയായി. ഇനി ഇതാ നമ്മൾ ക്രോസിന് എന്തുവാന്ന് കാണാൻ പോകുന്നു. ഇതാണ് മെയിൻ സ്റ്റെപ്പ്. ഈ ഒരു ക്രോസിന് അറിഞ്ഞാൽ നമുക്ക് മിക്ക മാലകളും ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 സൈഡിലോട്ട് ഇങ്ങനെ ചേർത്ത് താഴോട്ടാക്കുന്നതാണ് നമ്മൾ ക്രോസിങ് എന്ന് പറയുന്നത്. ഇതാണ് ക്രോസിങ് എന്ന സംഭവം. ഇതാണ് ക്രോസിങ്. താഴോട്ട് കൊണ്ടുവന്ന് ഒന്ന് ഇറക്കി പിടിക്കണം. ഇതാണ് ക്രോസിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഗോൾഡൻ ബീഡ്സ് നമ്പർ 3 മണിയെ നമുക്ക് ഹൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് വീണ്ടും 2 നമ്മൾ എന്ത് ചെയ്യണം, ചക്കിരി ഇടണം. ഇതവിടുത്തെ ചക്കിരിയായിട്ട് കയറ്റി തുടങ്ങിയേ. പിന്നെ ബ്ലാക്ക് ബീഡ്സ് 3 mm ബ്ലാക്ക് ബീഡ്സിൻ്റെ പുറകെ ഇട്ടുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ചേർന്ന് വീണ്ടും താഴോട്ടങ്ങ് കൊണ്ടുപോകാം. ഇനി അതിൻ്റെ പുറകെ വീണ്ടും ചക്കരി ഇട്ടുകൊണ്ട് പോകണേ. ചക്കരി ഇടുന്നു. പിന്നെ വീണ്ടും നമ്പർ 3 മണി ഇടുന്നു. ഇനി ക്രോസിങ് ചെയ്യണേ. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രോസിങ് ആണ്. ഇതാണ് നമ്മുടെ സംഭവം. ക്രോസ് ചെയ്യുന്നു. അതിനപ്പുറം ഇപ്പുറം എന്താണ് ഓരോ ചക്കരി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് മെത്തേഡ്. ഇത് നമ്മൾ കണ്ണീര് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് നമുക്ക് നമ്മുടെ അളവ് നമുക്കറിയാമല്ലോ. അതുവരെ നമ്മൾ ഇത് കണ്ണീര് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ തരാം. അതിലോട്ട് നിങ്ങൾ അറിയിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് പ്രത്യേക ഡിസൈൻസ് എല്ലാം വേണമെങ്കിൽ ഞങ്ങൾ ഓർഡേഴ്സൊക്കെ എടുക്കുന്നതാണ്. എല്ലാ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിപ്പിച്ചാൽ മതി. നമ്മുടെ പാറ്റേൺ ഇത് നമ്മൾ ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി അപ്പുറത്തിപ്പുറത്തും ചക്കിരി ഇടുക.
പിന്നെ നമ്പർ 3 മണി ഇടുക. വീണ്ടും നമ്പർ 3 പിന്നെ എന്ത് ചെയ്യണം? നമ്പർ 3 വെറുതെ ഇട്ടാൽ പോരാ, അത് ക്രോസ് ചെയ്യണം. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ചക്കരി ഇട്ടണം. ഈ നമ്പർ 3 ക്രോസ് ചെയ്യുന്നത് നമ്പർ 3 കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും ചക്കരി ഇട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇതൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്യണം. ചെയ്ത് ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിന് ഞങ്ങൾക്ക് അയച്ചു തരണം, ഫോട്ടോസ് അയച്ചു തരണം. അപ്പം ഇതാണ് നമ്മുടെ പാറ്റേൺ. അതായത് ആദ്യം 4 mm ഗോൾഡൻ ബീഡ്സ്, ഡിസൈനർ ബീഡ്സ് ഇട്ടേക്കുന്നത്, പിന്നെ ചക്കരി ഇട്ടു, പിന്നെ എന്താണ് നമ്മൾ 3 mm ബ്ലാക്ക് ബീഡ്സ്, പിന്നെ ചക്കരി, പിന്നെ ഇവിടെ എന്താണ് നമ്പർ 3 മണിയിട്ട് ക്രോസിങ് ചെയ്യുന്നു, പിന്നെ നമ്പർ 3 മണി ഹൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ചക്കരി ഇട്ടേക്കുന്നു. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതി. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. നമ്മൾ അവസാന സ്റ്റെപ്പിലോട്ട് കിടക്കുവാണ്. ഇതാ വീണ്ടും ചക്കരി ഇട്ടു, പിന്നെ ഇതാ ബ്ലാക്ക് ബീഡ്സ് 3 mm, വീണ്ടും ചക്കരി എടുക്കുന്നു, ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഞാൻ ഓൾറെഡി നമ്പർ 3 മണി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അല്ലെങ്കിൽ ടൈറ്റായിട്ട് ക്രോസ് ചെയ്യണം. കുറച്ച് ആഞ്ഞു പിടിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. അവിടെ നമ്മൾ ഓൾറെഡി ഗം നല്ലതായിട്ട് തേച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ പൊട്ടത്തൊന്നുമില്ല. ഓരോ ചക്കരി വെച്ച് കയറ്റിയിട്ട് ഇതാ 3 mm ബീഡ്സ് ഇടുക. ബ്ലാക്ക് ബീഡ്സ് ഇട്ടു. ഇനി 2 ചക്കരി എടുക്കുക. ഇനി നമ്മളിതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ കയ്യിൽ കുറച്ച് ഡിസൈൻഡ് ബീഡ്സ് ഉണ്ട് 4 mm, അത് വെച്ച് നമ്മളങ്ങ് സംഭവം എൻഡ് ചെയ്യിപ്പിക്കുന്നു. രണ്ട് നീഡിലും നമ്മൾ ഒരുമിച്ച് അകത്തോട്ട് കയറ്റിയിട്ട് നമ്മളൊരു നോട്ടിട്ട് അത് അവസാനിപ്പിക്കുന്നു. അപ്പം ഇതാണ് ഞാൻ ചെയ്ത ബ്രേസ്ലെറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, ഇത് 4 mm ഗോൾഡൻ ബീഡ്സ്. ഞാൻ അതിട്ടന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് പശയും കൂടി ചേർത്ത് നല്ല രസമായിരിക്കുന്നത്, കുറച്ച് കട്ടി കിട്ടും. പിന്നെ ഇതാ 2 ചക്കരി അപ്പുറത്തും ഇപ്പുറത്തും, എന്താണ് 3 mm ബ്ലാക്ക് ബീഡ്സ്, പിന്നെ ചക്കരി, പിന്നെ ക്രോസ്, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ചക്കരി. ഈ പ്രോസസ്സൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന അവസാനം വരെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഞാനിതൊന്ന് ഇട്ട് നോക്കട്ടെ. ഇതാണ് ആ ബ്രേസ്ലെറ്റ്. നിങ്ങൾക്ക് ഇത് ഈ പാറ്റേൺ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.